ഒരു കേർവിലെ ഒരു പോയിന്റിലെ ടാൻജൻ ലൈനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം എന്താണ് നോർമൽ ലൈൻ എന്ന് നോക്കാം. ഒരു ലൈൻ ഒരു കേർവിലെ ഒരു പോയിന്റിൽ ആ കേർവിനോട് നോർമൽ എന്ന് പറയുവാനുള്ള കണ്ടീഷൻ ആ പോയിന്റിലെ ടാൻജൻ ലൈനിനോട് ആ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ടാൻജൻ ലൈൻ നമുക്ക് എന്താണെന്ന് അറിയാം. ഒരു കേർവ് കൺസിഡർ ചെയ്യുക, അതിലൊരു പോയിന്റും കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലെ ടാൻജൻ ലൈൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ലൈൻ. ദെൻ അതേ പോയിന്റിലെ നോർമൽ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടാൻജൻ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. സോ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ലൈൻ ഒരു കേർവിലൊരു പോയിന്റിൽ ആ കേർവിനോട് നോർമൽ എന്ന് പറയുവാനുള്ള കണ്ടീഷൻ അതേ പോയിന്റിലെ ടാൻജൻ ലൈനിനോട് അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ലൈനെയാണ് ആ കേർവിൻ്റെ ആ പോയിന്റിലെ നോർമൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം ഇക്വേഷൻ ലൈൻ ടാൻജൻ ലൈൻ ആണെങ്കിലും നോർമൽ ലൈൻ ആണെങ്കിലും ലൈനാണ്. സോ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. അതായത് ആ ലൈനിലുള്ള ഒരു പോയിന്റും ദെൻ സ്ലോപ്പും അറിയാമെന്നുണ്ടെങ്കിൽ ലൈനിലെ പോയിന്റ് x0 y0 ദെൻ ലൈനിൻ്റെ സ്ലോപ്പ് m ആണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ y - y0 = m × x - x0. സോ ഇത് തന്നെയാണ് നമ്മൾ ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനും നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ അറിയാം. dy/dx, ആ പോയിന്റിലെ dy/dx കണ്ടാൽ മതി. അതായിരിക്കും കറസ്പോണ്ടിങ് പോയിന്റിലെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m1 രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ അവരുടെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് അവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 - 1 ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് m1 അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പായിട്ട് നമ്മൾ m1 വിചാരിക്കുക, നോർമൽ ലൈനിൻ്റെ സ്ലോപ്പ് m2 ആണെന്ന് വിചാരിക്കുക. ദെൻ m2 കാണുവാനുള്ള ഇക്വേഷൻ m1 ഇങ്ങോട്ട് വരുമ്പോൾ -1/m1 എന്ന് വരും. സോ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് നോർമൽ ലൈനിൻ്റെ സ്ലോപ്പ്. ജസ്റ്റ് റെസിപ്രോക്കൽ അല്ല, ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ട്. ഇതിൽ നിന്നാണ് അത് വരുന്നത്. ദെൻ രണ്ട് കേസിലും ഇവിടെ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ടാൻജൻ ഒരു പോയിന്റിൽ ടാൻജൻ ലൈൻ ആണെങ്കിലും നോർമൽ ലൈനിലാണെങ്കിലും ഈ പറഞ്ഞ ആ പോയിന്റ് ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ലൈനിലെ പോയിന്റ് രണ്ടിലും നമ്മൾ സെയിം ആയിട്ട് തന്നെ എടുക്കുന്നു. സ്ലോപ്പ് ആദ്യത്തെ ടാൻജൻ ലൈനിൻ്റെ കേസിൽ dy/dx, ആ പോയിന്റ് dy/dx എന്താണോ അതാണ് ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പായിട്ട് എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ എടുക്കേണ്ടത്. ദെൻ അതിൻ്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക. അതായിരിക്കും നോർമൽ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് കണ്ടുപിടിക്കുമ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് x² - xy + y² = 7 at the point -1, 2. അപ്പോൾ നമുക്ക് ആദ്യം ആ പോയിന്റിലെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇംപ്ലിസിറ്റ് ഫോമാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം പോലെ x × വൈയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. x × വൈയുടെ ഡെറിവേറ്റീവ് 1, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ വൈ ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ dy/dx ആവശ്യമുണ്ട്. ദെൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അവിടെ വൈ ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സാഹചര്യം വരാത്തത് കൊണ്ട് dy/dxൻ്റെ ആവശ്യം ഇല്ല. ദെൻ ഒരു ബ്രാക്കറ്റ് വേണം. ഇവിടെ കോമൺ ആയിട്ടൊരു മൈനസ് ഉണ്ട്. ഇല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് മൈനസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് പോകും, ആൻസർ തെറ്റും. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കണം. പ്ലസ് y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y² 2y × വിത്ത് റെസ്പെക്ട് ടു വൈ ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വന്നതുകൊണ്ട് dy/dx കൂടി എഴുതുക. =7 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 0. ഇനി dy/dx വരുന്ന രണ്ട് ടേംസ് ഉണ്ട് ഇവിടെ. ഞാൻ പോസിറ്റീവ് ടേം ആദ്യം എഴുതുന്നു. 2y dy/dx - x dy/dx
ഈക്വൽ ടു ഇതങ്ങോട്ട് ഇവിടെ y ടൈംസിൻ്റെ അകത്ത് -2x -5. ഓക്കെ, സോറി, ഇവിടെ -y ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ +y, അപ്പോൾ y -2x. ഇനി dy/dx കോമൺ ആയിട്ട് എടുക്കാം. 2y - x ഈക്വൽ ടു y -2x. അപ്പോൾ ഇതിൽ നിന്നും dy/dx y -2x/2y - x. അപ്പോൾ ആർബിട്രറി പോയിന്റിലേക്ക് കിട്ടി. ഇനി നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് -1, 2. സോ സ്ലോപ്പ് ഓഫ് the tangent line at -1, 2. അതെന്ന് പറഞ്ഞാൽ dy/dx at -1, 2 ആണ്. ഇതിൽ എക്സിനും വൈക്കും പകരം, എക്സിന് പകരം -1 വൈക്ക് പകരം 2 കൊടുക്കുക. സോ y എന്നുള്ളത് 2 -2 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 -1. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 2 + 2 4 വരും, ഡിനോമിനേറ്ററിൽ 4 + 1 5 എന്ന് വരും. സോ 4/5 ആണ് ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ്. അതായത് നേരത്തെ പറഞ്ഞ ഇക്വേഷനിലാണെങ്കിൽ m1 എന്നുള്ളത് 4/5. ഇനി x0 y0 എന്നുള്ള പോയിന്റ് ഓഡിറ്റ് പെയർ -1, 2. അപ്പോൾ x0 എന്നുള്ളത് -1 ആണ്, y0 എന്നുള്ളത് 2 ആണ്. ഇനി നമുക്ക് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ നോക്കാം. സോ ഇക്വേഷൻ ഓഫ് tangent line at -1, 2. y -y0 equal to m into x - x0. So y -2 equal to m in the place 4/5 into x -1 എന്ന് വരും, x -1, so x + 1. y equal to എന്നുള്ള ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ y equal to -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. 2 + 4/5 ഇൻറ്റു x + 1 എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നേരത്തിനനുസരിച്ച് അത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ അങ്ങനെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 5 ഇൻറ്റു y -2 ഈക്വൽ ടു 4x + 4. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ 5y - 10 ഈക്വൽ ടു 4x + 4, ദെൻ 5y - 4x ഈക്വൽ ടു 4 + 10 14. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ y = ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി സ്ലോപ്പ് ഓഫ് നോർമൽ ലൈൻ അറ്റ് -1, 2. അത് m2, അത് -1/m1. സോ -1/4/5. അപ്പോൾ അത് -5/4. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടിട്ട് നെഗറ്റീവ് സൈൻ എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ അറ്റ് -1, 2. അഗെയിൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ y -y0ൻ്റെ അവിടെ 2 ആണ്, ഈക്വൽ ടു എമ്മിൻ്റെ പ്ലേസിൽ -5/4. ഈ ഒരു ചേഞ്ച് ആയുള്ളൂ. x -1, അപ്പോൾ x + 1. y = എന്നുള്ള ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ y = 2 -5/4 ഇൻറ്റു x + 1. ടൈമിനനുസരിച്ച് ഇത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്.